നെയ്യാറ്റിൻകരയുടെ പുതിയ ചരിത്രം മുട്ടിടുന്ന ഈറ്റില്ലം ഇതിന്റെ തിരുമുറ്റത്തു നിന്ന് ആ ദിവ്യ സമൂഹത്തിന്റെ ജൈത്രയാത്രയ്ക്ക് സാരഥി എത്തുന്നു. വാവറത്ത് വിള ഇന്ത്യക്കാല കുടുംബത്തിലെ സാമുവൽ റോസമ്മ ദമ്പതികൾ 1950 ആഗസ്റ്റ് 10 ജന്മം നൽകിയ കൊച്ചു വിൻസെന്റ് ഇന്ന് ക്രിസ്തു ശിഷ്യന്മാരുടെ പിന്മുറക്കാരനായി മെത്രാനായി ഉയർത്തപ്പെട്ടിരിക്കുന്നു. കൊച്ചു വിൻസെന്റ് പിച്ചവെച്ച ഗ്രാമവും ആദ്യാക്ഷരങ്ങൾ പഠിച്ച പള്ളിക്കൂടവും ഗുരുക്കന്മാരും അഭിമന്യ മെത്രാന്റെ പേരിൽ എന്നും അഭിമാനം കൊള്ളും. ആറയൂർ LMSLPS, വ്ളാത്താങ്കര സെന്റ് പീറ്റേഴ്സ് UPS, തിരുവനന്തപുരം സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഇവ ഒരാധ്യാത്മിക നേതാവിനെ വെച്ച് നടത്തിയ കലാലയങ്ങളായി. ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ യേശുവിന്റെ വിളി ശ്രവിച്ച വിൻസെന്റ് ഇന്ന് ഹോസ്പിറ്റലായിരിക്കുന്ന മുൻ മൈനർ സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥിയായി ചേർന്നു. തുടർന്ന് മംഗലപ്പുഴ മേജർ സെമിനാരിയിൽ തത്വശാസ്ത്ര പഠനവും ദൈവശാസ്ത്ര പഠനവും നടത്തി. ഇന്ന് ഈ കലാലയങ്ങൾക്കെല്ലാം സായുജ്യം. ദൈവവിളിയിൽ തന്നെ ഉറച്ചു നിന്ന ബ്രദർ വിൻസെന്റ് 1975 ഡിസംബർ 19 അഭിവന്യ പീറ്റർ ബെർണാഡ് തിരുമേനിയിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു. വിൻസെന്റസിന്റെ സേവനം ലഭിക്കുവാൻ 10 ഇടവകകൾക്ക് ഭാഗ്യമുണ്ടായി. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ, പരുത്തിയൂർ മേരി മഗ്ദലൻ ചർച്ച്, സെന്റ് മാത്യൂസ് ചർച്ച് സൗത്ത് കൊല്ലങ്കോട്, വിശുദ്ധ കൊച്ചുത്രേസ്യ ദേവാലയം തൂങ്ങാമ്പാറ, സെന്റ് തെരേസ ഓഫ് അവല ചർച്ച് കൊണ്ടിയൂർ, ജോൺ ഓഫ് ദി ക്രോസ് ചർച്ച് അന്തിയൂർക്കോണം, ഗുഡ് ഷെപ്പേർഡ് ചർച്ച് ആറ്റിങ്ങൽ, സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് മൂങ്ങോട്, ഹോളി ക്രോസ് ചർച്ച് പാലപ്പൂർ, ഹോളി ഫാമിലി ചർച്ച് മുള്ളുവിള. ഈ ഇടവകകൾ വിൻസെന്റസിന്റെ സേവനത്താൽ ധന്യത നേടി. ഇതിനിടെ റോമിലെ ഊർബൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ദൈവശാസ്ത്രത്തിൽ ഉപരിപഠനം നടത്തുവാനും വിൻസെന്റസിന് കഴിഞ്ഞു. വൈദിക സെനറ്റ് സെക്രട്ടറിയായും അദ്ദേഹം സേവനം ചെയ്തു. 1994 മുതൽ ആലുവ പോണ്ടിഫിക്കൽ സെമിനാരിയിൽ വൈസ് റക്ടറായി. ഒപ്പം മതവും ചിന്തയും മാഗസീന്റെ മാനേജിംഗ് എഡിറ്റർ. കാലം ചെയ്ത അഭിമന്യ ജേക്കബ് പച്ചാരുപറമ്പിൽ തിരുമേനിയും
അഭിമന്യ സൂസപാക്യം തിരുമേനിയും വിൻസെന്റ് അച്ഛന്റെ സേവനങ്ങളെ വിലമതിച്ചിരുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയിൽ നിന്നുണ്ടായ പ്രഖ്യാപനം 1996 ജൂലൈ മാസം 16-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് വൈദിക ആചപാലന സമിതിയുടെ ഒരു പ്രത്യേക യോഗത്തിൽ വെച്ച് അഭിമന്യ സൂസപാക്യം തിരുമേനി ചരിത്രം തിരിയുന്ന ആ പ്രഖ്യാപനം വിളംബരം ചെയ്തു. നെയ്യാറ്റിൻകര, നെടുമങ്ങാട് താലൂക്കുകൾ ചേർന്ന് പുതിയ രൂപതയായി ഡോക്ടർ വിൻസെന്റ് സാമുവൽ പുതിയ ഇടയൻ. ഒരു ജനതയുടെ ദീർഘകാലത്തെ കാത്തിരിപ്പിന്റെയും ആഗ്രഹാഭിലാഷങ്ങളുടെയും ഫലപ്രാപ്തി നൽകിയ പ്രഖ്യാപനം സൂസപാക്യം തിരുമേനി വായിച്ചു നിർത്തി. സൂസപാക്യം തിരുമേനി പുതിയ ഇടയന് സ്ഥാനചിഹ്നങ്ങൾ നൽകി. പിറന്നു വീണ രൂപതയ്ക്കും പുതിയ ഇടയനും മെത്രാൻ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. സേവിക്കുവാനും ശുശ്രൂഷിക്കുവാനും നനച്ചുകൊണ്ട് നാഥനേൽപ്പിച്ച മുഖം വിനീതനായി ഏറ്റുവാങ്ങിക്കൊണ്ട് വിൻസെന്റ് പിതാവ് ഒരു ജനതയുടെ ആധ്യാത്മിക നേതാവായി നിയമിക്കപ്പെട്ടു. ഈ നിശബ്ദത അമ്മയുടെയും സഹോദരങ്ങളുടെയും ഒത്തിരി നാളത്തെ പ്രാർത്ഥനയുടെയും പ്രത്യാശയുടെയും നിമിഷങ്ങളാകട്ടെ. സ്വന്തം മെത്രാൻ തിരുമേനിയുടെ അഭിഷേക ചടങ്ങുകളാണ് ഇനി ഈ കൊച്ചു ഗ്രാമത്തിന്റെയും നെയ്യാറ്റിൻകര രൂപതയുടെയും ഏകചിന്ത. നവംബർ മാസം 1-ാം തീയതി തങ്ങളുടെ ആത്മീയ നേതാവ് അത്യുന്നത കർദിനാൾ ടോം കോയിൽ നിന്നും അഭിഷിക്തനാകുന്നത് ആറയൂർ ഗ്രാമവും നെയ്യാറ്റിൻകര രൂപതയും സ്വപ്നം കാണുന്നു.
ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് അത്യുന്നത കർദിനാൾ ജോസഫ് ടോങ്കോയാണ്. സഹകാർമ്മികത്വം വഹിക്കുന്നത് കൊല്ലം മെത്രാൻ ഡോക്ടർ ജോസഫ് ഫെർണാണ്ടസും തിരുവനന്തപുരം മെത്രാൻ ഡോക്ടർ സൂസൈപാക്യം തിരുമേനിയുമാണ്. കേരള സഭയിലെ വിവിധ റീത്തുകളിൽ അഭിവന്യ പിതാക്കന്മാരും ഈ തിരുക്കർമ്മ വേളയിൽ കൈവയ്പ് വഴി പങ്കുചേരുന്നു. തിരുക്കർമ്മത്തിനു വേണ്ടിയുള്ള തിരുവസ്ത്രങ്ങൾ അണിയുന്ന സമയം ഗായക സംഘം പാടുന്നു, സമൂഹവും അതിൽ പങ്കുചേരുന്നു. എഴുന്നേറ്റ് നിൽക്കുക. വെളിച്ചം പകരുന്നതിന് ആത്മബലവും ആത്മധൈര്യവും ശരീരശക്തിയും ശരീരബലവും ആശ്രയിച്ച് അവർ വഴി നടത്തുന്നു. അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിപ്പിൻ എന്നരുൾ ചെയ്ത യേശുവെ, നമ്മുടെ ഇടവകയിലെ എല്ലാ യുവതി യുവാക്കളെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ മുതൽ ഞങ്ങളെ കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതികൾക്ക് കാതോർക്കുവാനും അങ്ങയുടെ വിളിക്ക് പ്രത്യുത്തരം നൽകുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഈ ജൂബിലി വർഷത്തിൽ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഗതികൾക്കും വിധവകൾക്കും ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കും വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സമഭാവനയിൽ കാണുവാനും അഗതികൾക്ക് സ്നേഹവും രോഗികൾക്ക് സാന്ത്വനവും ദരിദ്രർക്ക് സഹായവും നൽകുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തണമേ. സൃഷ്ടിയുടെ എല്ലാ ആവശ്യങ്ങളും നടത്തിക്കൊടുക്കുന്ന പരിപാലകനായ അങ്ങ് ഇവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരുന്ന് സഹായിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുനാഥ, ഞങ്ങളുടെ ഇടയിൽ നിന്ന് മരണമടഞ്ഞ എല്ലാ വിശ്വാസികൾക്ക് വേണ്ടിയും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ച് സ്വർഗരാജ്യം പ്രാപിച്ച ആന്റണി അച്ഛന് വേണ്ടിയും ക്രിസ്ത്യ വിശ്വാസത്തെ പ്രതി വധിക്കപ്പെട്ട എല്ലാ മിഷൻ പ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഈ ലോക ജീവിതത്തിലെ വീഴ്ചകൾക്ക് മാപ്പേകി നിത്യവിശ്രമം നൽകണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നേരെ അങ്ങേ അനുഗ്രഹവർഷം ചൊരിയണമേ. അങ്ങേ പുത്രൻ ഞങ്ങൾക്ക് രക്ഷകനായി ജനിച്ചതിന്റെ മഹാജൂബിലി ആഘോഷിക്കുന്ന ഈ കാലയളവിൽ അങ്ങേ ദിനത്തെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ അങ്ങിലേക്ക് ആനയിക്കുവാൻ ഞങ്ങളെ എല്ലാം അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും ബലിയർപ്പണവും അങ്ങ് സ്വീകരിക്കുകയും അങ്ങേ സാന്നിധ്യവും പരിപാലനയും ഞങ്ങൾക്ക് എപ്പോഴും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ.
ദീപങ്ങൾ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നരുൾ ചെയ്ത യേശുനാഥ, പൗരോഹിത്യ രജത ജൂബിലി ആഘോഷിക്കുന്ന ഞങ്ങളുടെ അഭിവന്ദ്യ പിതാവിന്റെ ഓരോ വർഷങ്ങളുടെയും പ്രതീകമായി ഈ 25 ദീപങ്ങൾ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ ദീപങ്ങൾ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രകാശം നൽകുന്നത് പോലെ ഈ കഴിഞ്ഞ 25 വർഷക്കാലം അങ്ങയോട് ഒന്നായി നിന്നുകൊണ്ട് സ്നേഹത്തിലൂടെയും ത്യാഗത്തിലൂടെയും ചെയ്ത സേവനത്തിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹനാഥ, അങ്ങ് ഫലമേൽപ്പിച്ചിരിക്കുന്ന അജപാലന ദൗത്യം അങ്ങയുടെ ഹിതമനുസരിച്ച് നിർവഹിക്കുവാനും രൂപതാ മക്കളെ പ്രകാശമാകുന്ന യേശുവിലേക്ക് നയിക്കുവാനും കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശമാകുവാനും വേണ്ട എല്ലാവിധ ദൈവിക കൃപകളും നൽകി പിതാവിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 25 ദീപങ്ങൾ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വൃക്ഷം. ഈ കൽപ്പവൃക്ഷത്തിന്റെ പ്രതീകത്തിൽ ഞങ്ങളുടെ പിതാവിന്റെ ജീവിതത്തിൽ ദൈവമേ അങ്ങ് വർഷിച്ച ഓരോ വരദാനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും കഴിവുകൾക്കും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കൽപ്പവൃക്ഷം വളർന്ന് അതിന്റെ ഓരോ ഭാഗവും മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാകുന്നത് പോലെ ഞങ്ങളുടെ വളർന്നു വരുന്ന രൂപതയ്ക്ക് പുതിയ രൂപവും ഭാവവും നൽകി രൂപതാ മക്കളെ പുതു സൃഷ്ടികളാക്കി മാറ്റാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൽപ്പവൃക്ഷത്തോടൊപ്പം രൂപതയിൽ പിതാവിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന സത്യവചനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തന്റെ സമൂഹത്തിന് സാക്ഷിയായി തീരുന്നതിനും വചനാധിഷ്ഠിതമായ ഒരു കൂട്ടായ്മയെ ഒരുക്കുന്നതിനും വേണ്ട അനുഗ്രഹങ്ങൾ പിതാവിൽ ധാരാളമായി ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ ഗ്രന്ഥം അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവൻ എന്നരുൾ ചെയ്ത യേശുനാഥ, ഒരുമയുടെയും സാഹോദര്യത്തിന്റെയും ചിഹ്നമായി ഈ ചെയിൻ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈ രൂപതയിലെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും തനിമയെയും മാനിച്ചും ആദരിച്ചും ആഴമായ വിശ്വാസത്തിലും ദൃഢമായ ഐക്യത്തിലും വളർന്ന് സ്നേഹ സമൂഹത്തിന്റെ കണ്ണികളായി തീരുവാൻ പിതാവിനെയും രൂപത മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെയിൻ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അപ്പവും വീഞ്ഞും. എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും എന്നരുൾ ചെയ്ത കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾ സമർപ്പിക്കുന്ന അപ്പവും വീഞ്ഞും അങ്ങയുമായുള്ള ഞങ്ങളുടെ ബന്ധം ആഴപ്പെടുവാൻ കാരണമാകട്ടെ. ജീവന്റെ അപ്പവും പ്രേക്ഷിത ചൈതന്യത്തിന്റെ ഉറവയുമായ അങ്ങിൽ നിന്ന് ഊർജം സ്വീകരിച്ച് ഒരു നവ സമൂഹത്തിന് രൂപം നൽകുവാനും ബലി അർപ്പകനും ബലി വസ്തുവുമായ അങ്ങയെപ്പോലെ പരസ്പരം പങ്കുവച്ച് ജീവിക്കുവാനും എല്ലാ സഭാമക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അപ്പവും മീനും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു.
ദൂതന എന്നെ മാറ്റൂ സോദരത്താൽ സ്നേഹദൂതന എന്നെ മാറ്റൂ തിരുവിഷ്ടം നിറവേറ്റാം പണം ചെയ്യാം തിരുവിഷ്ടം നിറവേറ്റാം പണം ചെയ്യാം ആത്മാവിൽ നിറയുന്നു അർപ്പിക്കുന്നു തിരുമനസ്സറിയുന്ന നിറമനസ്സോടിനം ആത്മാപനം ചെയ്യും അങ്ങേക്കായി ആത്മാവിൽ നിറയുന്നു അങ്ങേക്കായി അർപ്പിക്കുന്നു തിരുസഭയുടെ ഉന്നമനത്തിനായി ഈ സ്തോത്രബലി ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. അയോഗ്യനായ എന്നെ ഭരമേൽപ്പിച്ച ദിവ്യ ശുശ്രൂഷ അങ്ങയുടെ കാരുണ്യത്താൽ ഫലപ്രദമായി നിർവഹിക്കുവാൻ വരമരുളണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയം കർത്താവിങ്കലേക്കുയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സർവേശ്വരായിക്കായുള്ള ദൈവമേ സർവശക്താ പരിശുദ്ധനാഥാ ക്രിസ്തുനാഥൻ വിളിക്കുന്നവന്നേരം ശക്തിയോടങ്ങേക്കു നന്ദി ചൊല്ലാം. യുക്തവും ന്യായവും മാനവും ഞങ്ങൾക്ക് രക്ഷാകരവും നിത്യരക്ഷാമാർഗം ഞങ്ങൾ
പിതാവേ, അങ്ങ് പരമപരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും നിത്യസ്തുതിക്കർഹനായ അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അങ്ങ് സർവവും ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേക്ക് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ അങ്ങയുടെ തിരുമുൻപിൽ ശേഖരിക്കുന്നതിൽ അങ്ങ് നിരന്തരം വ്യാപൃതനാണ്. പിതാവേ, ഏറ്റവും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേക്ക് അർപ്പിക്കുവാനായി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പവിത്രമാക്കണമേ. ഇവ അങ്ങയുടെ ദൈവപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി മാറ്റുവാൻ കനിയണമേ. അവിടുത്തെ കൽപ്പന അനുസരിച്ചാണല്ലോ ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ കൊണ്ടാടുന്നത്. ക്രിസ്തുനാഥൻ എത്തിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ഭാവിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് എന്റെ ശരീരം ആകുന്നു, നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. ഇത് എന്റെ രക്തം ആകുന്നു, നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം, നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനായി ചിന്തുവാനിരിക്കുന്ന എന്റെ രക്തം. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ ഈ മഹാരഹസ്യം നമുക്ക് പ്രഖ്യാപിക്കാം. പിതാവേ, അങ്ങയുടെ ദൈവപുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മരണവും മഹനീയമായ ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോപണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. അങ്ങയുടെ സഭ അർപ്പിക്കുന്ന ഈ യാഗം തൃക്കൺ പാർക്കണമേ. ആത്മബലിയാൽ അങ്ങയെ പ്രസാദിപ്പിച്ച അങ്ങേ പ്രിയപുത്രനെ ഈ ദിവ്യബലിയിൽ എത്തിച്ചാലും അങ്ങയുടെ തിരുക്കുമാരന്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരാകുന്ന ഞങ്ങൾ
പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതരായി ക്രിസ്തുവിൽ ഒരേ ശരീരവും ഒരേ ആത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. ോടും മഹിമയേറിയ രക്തസാക്ഷികളോടും മറ്റെല്ലാ വിശുദ്ധന്മാരോടുമൊത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള അവകാശം ഞങ്ങൾക്കും ലഭിക്കും. ഇവരുടെ മധ്യസ്ഥത വഴി അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് എപ്പോഴും കൈവരുമെന്ന് പ്രത്യാശിക്കുന്നു. പിതാവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയോട് ഞങ്ങളെ രക്ഷിപ്പിച്ച ഇവരെ സമസ്ത ലോകത്തിനും ശാന്തിയും രക്ഷയും നൽകുവാൻ ഉപകരിക്കുമാറാകട്ടെ. അങ്ങയുടെ ദാസനായ ജോൺ പോൾ മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെന്റ് സാമുവൽ മെത്രാനോടും മെത്രാൻ പദവിയിലും വൈദ്യ പദവികളും എല്ലാവരോടും ക്രിസ്തുനാഥനങ്ങൾക്കായി നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങയുടെ തിരുവനന്തപുരത്തിൽ നിൽക്കുവാൻ ഭാഗ്യം ലഭിച്ച ഈ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടറിയണമേ. കാരുണ്യവാനായ പിതാവേ, ലോകമെങ്ങുമുള്ള അങ്ങയുടെ എല്ലാ മക്കളെയും സംയോജിപ്പിക്കണമേ. എല്ലാവരെയും അങ്ങയുടെ രാജ്യത്തിൽ ദയാപൂർവം സ്വീകരിക്കണമേ. സകല അനുഗ്രഹങ്ങളുടെ നീർച്ചാലായ യേശുക്രിസ്തു വഴി എല്ലാവരോടും ഒരുമിച്ച് കൂടി അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങൾ നിത്യ നിർവൃതി അടയുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം.
പിതാക്കളോ സ്വീകരണത്തിനുള്ള സമയമാണ്. കുർബാന സ്വീകരണം കഴിയുന്നത് വരെ എല്ലാവരും ദയവായി എഴുന്നേറ്റ് നിൽക്കുക. വൈദികർ നിങ്ങളുടെ അടുത്ത് കുർബാന ദിവ്യകാരുണ്യവുമായി വരുന്നതായിരിക്കും. സർവശക്തനും നിത്യനുമായ സ്വർഗീയ പിതാവേ, നിത്യമായിരുന്നിട്ടും ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, പിന്നെയോ അവിടത്തെ ദയാകാരുണ്യ വായ്പ ഒന്നുകൊണ്ട് മാത്രം അങ്ങേ തിരുക്കുമാരനായ ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ അമൂല്യമായ തിരുശരീര രക്തങ്ങൾ കൊണ്ട് ഞങ്ങളെ അങ്ങ് പോഷിപ്പിച്ചു. ഈ ദിവ്യകാരുണ്യ സ്വീകരണം ഞങ്ങളെ നിത്യവിധിക്കും ശിക്ഷയ്ക്കും പാത്രമാക്കാതെ
പാപപുറതിയും നിത്യരക്ഷയും ഞങ്ങൾക്ക് പ്രാപിച്ചു നൽകുവാൻ ഇടയാക്കണമേ. ദിവികാരന്റെ സ്വീകരണം ഞങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷാകവചവും സന്മനത്തിന്റെ പരിചയവുമാകട്ടെ. ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുന്നതിന് ദൗത്യമേൽപ്പിച്ച ദൗത്യനായക, അങ്ങയുടെ ആജ്ഞയ്ക്കനുസൃതം അനുദിന ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ സുവിശേഷ പ്രഘോഷകരെയും ഓർക്കുന്നു. യോനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് 3 പ്രാവശ്യം ചോദിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ മാർച്ച് കൃത്യമായി പരീക്ഷിച്ചറിഞ്ഞ് അങ്ങ് സഭയുടെ അരവാങ്ങ ദൗത്യ നേതൃത്വം പത്രോസിനെ ഏൽപ്പിച്ചു കൊടുത്തു. വിശ്വസ്തതാപൂർവം ദൗത്യം സ്വീകരിക്കുകയും അരങ്ങങ്ങളെ ഇടയിൽ യഥാർത്ഥ ആലയത്തിലേക്ക് നയിക്കുകയും ചെയ്ത ഞങ്ങളുടെ സഭാതലവന്മാരെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു, കൃതജ്ഞത നേരുന്നു. അങ്ങയുടെ കൽപ്പന ശിരസാവഹിക്കുകയും മനസ്സിലും പ്രവൃത്തിയിലും ഏറ്റെടുത്ത വിശ്വാസം തീർത്ഥമായി പാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ വിൻസെന്റ് സാമുവൽ പിതാവിനെ എപ്പോഴും അങ്ങയുടെ സ്നേഹത്തിലും സംരക്ഷണയിലും സൂക്ഷിക്കണമേ. തന്റെ പൗരോഹിത്യ രജത ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്യണമേ. ഇന്നത്തെ ദിനത്തെ മനോഹരമാക്കി തീർക്കുവാൻ അക്ഷീണം പ്രയത്നിച്ച ഞങ്ങളുടെ ഇടവക വികാരിയെയും മറ്റെല്ലാ ഭാരവാഹികളെയും അങ്ങയുടെ സംരക്ഷണയിലും കടാക്ഷത്തിലും ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ എളിയ നന്ദി അർപ്പണം കർത്താവായ യേശു ക്രിസ്തു വഴി എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ. സ്നേഹസ്വരൂപനായ സ്വർഗീയ പിതാവേ, പൗരോഹിത്യ സ്വീകരണത്തിന്റെ രജത ജൂബിലി ആഘോഷത്തിൽ അങ്ങേ തിരുനാമത്തിന്റെ സ്തുതിക്കായി ഈ ബലിയർപ്പിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചുവല്ലോ. ഈ ആരാധനാ ശുശ്രൂഷയിൽ അനുഷ്ഠിച്ച ഗീതരഹസ്യം എന്റെയും എല്ലാ വൈദ്യരുടെയും ജീവിതത്തിൽ സഫലമാകുവാൻ കഴിയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. നിങ്ങളോടുകൂടെ ദൈവത്തിന്റെ ഏകപുത്രൻ മനുഷ്യരെ രക്ഷിക്കുവാൻ വന്നുവെന്ന് വിശ്വസിക്കുകയും വീണ്ടും വരുമെന്ന പ്രത്യാശയുടെ കാത്തിരിക്കുകയും ചെയ്യുന്ന നിങ്ങളെ ക്രിസ്തുനാഥന്റെ ആഗമന ദീപ്തിയാൽ സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പവിത്രീകരിക്കുകയും അനുഗ്രഹ വർഷത്താൽ ധന്യരാക്കുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവം നിങ്ങളെ വിശ്വാസത്തിൽ അചഞ്ചലരും പ്രത്യാശയിൽ സന്തുഷ്ടരും സ്നേഹത്തിൽ കർമ്മനിരതരുമാക്കി തീർക്കുമാറാകട്ടെ. മനുഷ്യാവതാരം ചെയ്ത ദിവ്യരക്ഷകന്റെ ആഗമനത്തിൽ ഭക്തിപൂർവ്വം ആഹ്ലാദിക്കുന്ന നിങ്ങളെ അവിടുന്ന് മഹാപ്രതാപത്തോടെ വീണ്ടും എഴുന്നള്ളുമ്പോൾ നിത്യസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു.
ദേശം സുവിശേഷത്താൽ പൂരിതമാക്കാൻ ദൈവത്തിനായി പ്രാർത്ഥനപൂർവ്വം മക്കൾ ഞങ്ങളേവരും ദക്ഷിണദേശം സുവിശേഷത്താൽ പൂരിതമാക്കാൻ ദൈവത്തിനായി പ്രാർത്ഥനപൂർവ്വം മക്കൾ ഞങ്ങളേവരും വന്നേക്കാം. ജൂബിലി 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 ജൂബിലി
അഞ്ജലി കൂപ്പി ഞാൻ നിൽക്കാം ആശ്രിത വത്സല ശരണം സത്യസനാതന സൗന്ദര്യമേ നിത്യ ചൈതന്യ ായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ബഹുമാനമുള്ള വൈദികരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പൗരോഹിത്യം സ്വീകരിച്ചിട്ട് 25 വർഷം പൂർത്തിയാക്കുന്ന ഈ ഇടവക അംഗമായ റൈറ്റ് റവറൻഡ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ പിതാവിൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവം വഴി നടത്തിയ ഏതാനും സംഭവങ്ങൾ ഞാൻ ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആറയൂരിൽ ഇന്ത്യ കാലഘട്ടത്തിൽ സാമൂലിന്റെയും റോസമ്മയുടെയും 6 മക്കളിൽ 3ാമത്തെ മകനായി 1950 ഓഗസ്റ്റ് മാസം 10-ാം തീയതി വിൻസെന്റ് ജനിച്ചു. പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം ലാത്താങ്കരയിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം തിരുവനന്തപുരത്തുള്ള സെന്റ് ജോസഫ് സ്കൂളിലും, വൈദിക പഠനം ആരംഭിച്ചത് സെന്റ് വിൻസെന്റ് സെമിനാരി തിരുവനന്തപുരത്തും അതിനുശേഷം ആലുവ മംഗലപുരം സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം പൂർത്തിയാക്കി. 1975 ഡിസംബർ 19-ാം തീയതി പാളയം കത്തീഡ്രലിൽ വെച്ച് അഭിമന്യ പെരേര പിതാവിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ചു. അടുത്ത 6 വർഷം ഏതാണ്ട് 7 ഇടവകളിൽ അഭിമന്യ പിതാവ് സേവനമനുഷ്ഠിച്ചു. മുങ്ങോട്, കൊല്ലങ്കോട്, പാലപ്പൂർ, കൊന്നിയൂർ, പാളയം, അന്തിയൂർക്കോണം, മുള്ളുവിള എന്നീ ഇടവകളിലാണ് സേവനമനുഷ്ഠിച്ചത്. 1981 പിതാവിനെ റോമിൽ ഉപരിപഠനത്തിനായി അയച്ചു. 1987 ഡോക്ടറേറ്റ് ബിരുദം നേടി. 1987 മുതൽ 1996 വരെ മംഗലപ്പുഴ മേജർ സെമിനാരിയിലെ പ്രൊഫസറും വൈസ് റെക്ടറുമായി സേവനമനുഷ്ഠിച്ചു. 1996 നവംബർ 1-ാം തീയതി നെയ്യാറ്റിൻകര രൂപതാധ്യക്ഷനായി നിയോഗിച്ചു. ഈ വർഷം പൗരോഹിത്യ രജത ജൂബിലി ആഘോഷിക്കുന്ന അഭിമന്യ പിതാവിന് ആറയൂർ ഇടവക അംഗങ്ങളും പിതാവിന്റെ കുടുംബാംഗങ്ങളും ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ഈ സുദിനത്തിൽ പിതാവിനോടുള്ള സ്നേഹവും ബഹുമാനവും പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ അനുമോദന യോഗം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. വിൻസെന്റ് പിതാവും ജോഷുവ പിതാവും ഒരേ വർഷം ജനിച്ചവരാണ്. അപ്പോൾ ജോഷുവ പിതാവും ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനും ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും നമുക്ക് നേരാം. മാർച്ചിൽ കോർ എപ്പിസ്കോപ്പയായി നിയമിച്ചു. 1998 ഏപ്രിൽ ഓക്സിലറി ബിഷപ്പായി നിയമിച്ചു. ഈ അടുത്ത കാലത്ത് പിതാവ് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് ബിരുദം നേടി. ബഹുമാനമുള്ള ഡോക്ടർ ഡി ബാബുവൾ സാറാണ്. കേരളത്തിലെ തലയെടുപ്പുള്ള ഏതാനും സാംസ്കാരിക നായകന്മാരിൽ ഒരാളാണ് ഡോക്ടർ ബാബുവൾ സാർ. 1964 ബാച്ചിൽ IAS പാസ്സായി. പാലക്കാട്, ഇടുക്കി എന്നീ ജില്ലകളിൽ കളക്ടറായിരുന്നു. അതിനുശേഷം വിവിധ മേഖലകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഗവൺമെന്റ് ചീഫ് സെക്രട്ടറിയായി വിരമിച്ചു. അതിനുശേഷം ഇപ്പോൾ ഓംബുഡ്സ്മാൻ ആയി സേവനം അനുഷ്ഠിക്കുന്നു. ശ്രീ ഡി ബാബുവൾ സാറിനെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ വ്യക്തിയാണ്
ഇന്ന് ഈ അനുമോദന യോഗത്തിൽ വന്ന് നമുക്കൊരു ആശംസ പ്രസംഗം നടത്തുന്നതിനായി അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ സന്തോഷപൂർവ്വം നേരത്തെ തന്നെ ഇവിടെ എത്തി. അദ്ദേഹത്തിന് നിങ്ങളുടെ ഏവരെയും പേരിൽ ഹൃദയംഗമായിട്ടുള്ള സ്വാഗതം നേർന്നുകൊള്ളുന്നു. അടുത്ത് നമുക്ക് ഏവർക്കും ഈ ഇടവകയുടെ വികാരിയായിരുന്നു. ഇന്നീ കാണുന്ന മിക്ക സ്ഥാപനങ്ങളും അദ്ദേഹം മൂലം സ്ഥാപിതമായിട്ടുള്ളതാണ്. ഇത്രയേറെ വർഷങ്ങൾ സേവനമനുഷ്ഠിച്ച അദ്ദേഹം ഇന്നിവിടെ എത്തി ഈ യോഗത്തിൽ ആശംസ നേരുന്നതിനായി എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ എം ജോസഫ് അച്ഛനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം നേർന്നുകൊള്ളുന്നു. ബഹുമാനമുള്ള ജൂബിലിയുടെ എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കുവാൻ അദ്ദേഹം സന്നദ്ധ കാണിച്ച് ഇവിടെ എത്തി. 1989 മുതൽ 1994 വരെ ഈ ഇടവകയുടെ വികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ സമയത്താണ് ഫാദർ ജി ആന്റണി മെമ്മോറിയൽ ഹാൾ പൂർത്തിയാക്കിയത്. അങ്ങനെ സേവനം ചെയ്ത് പോയ അച്ഛൻ വീണ്ടും പ്രൊവിൻഷ്യലായി പദവി സ്വീകരിച്ചിട്ട് നമ്മുടെ ഇടയിൽ വന്ന് ഇന്നേ ദിവസം ഇവിടെ ഒരു ആശംസ നേരുന്നതിനും ആശംസ പ്രസംഗം നൽകുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനമുള്ള വനക്കൽ അച്ഛന് നിങ്ങളുടെ ഏവരെയും പേരിൽ സ്വാഗതം നൽകുകൊള്ളുന്നു. ഒരു അധ്യാപകൻ, സഭാ ശുശ്രൂഷകൻ എന്നീ നിലയിൽ സഭയ്ക്കും ജനങ്ങൾക്കും സേവനമനുഷ്ഠിക്കുന്ന ശ്രീ ശവം പ്രകാശ് ഇതേ ദിവസം പൗരോഹിത്യ ജൂബിലി ആഘോഷിക്കുന്ന വിൽസൺ പിതാവിന് ആശംസ നേരുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവരുടെയും പേരിൽ സ്വാഗതം നേർന്നുകൊള്ളുന്നു. ജൂബിലി ആഘോഷത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള 1971 മുതൽ 78 വരെ ഈ ഇടവകയുടെ വികാരിയായിരുന്നു. ഇന്ന് കാണുന്ന നമ്മുടെ ഈ ദേവാലയത്തിന്റെ കുരിശാകൃതിയുള്ള പള്ളിയാക്കി മാറ്റിയത്, തീർത്ത് പണിതത് എസ് തോമസ് അച്ഛനാണ്. അച്ഛൻ ഇന്നേ ദിവസങ്ങൾ വന്നിരുന്നു. പക്ഷേ യോഗത്തിൽ കയറി വരുവാനായിട്ട് സാധിക്കാത്തതുകൊണ്ടാണ് അച്ഛൻ വരാത്തത്. അച്ഛനും ഈ യോഗത്തിന്റെ പേരിൽ ഈ ആഘോഷത്തിലെത്തിയതിന് നിങ്ങളുടെ ഏവരുടെയും പേരിൽ സ്വാഗതം നേർന്നുകൊള്ളുന്നു. അതിനുവേണ്ടി എത്തിയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം വരുന്നു. അഭിനന്ദ ബിഷപ്പിന് ഞാൻ സ്വാഗതം നേരേണ്ട കാര്യമില്ല. അദ്ദേഹമാണ് ഇന്നത്തെ ജൂബിലേറിയൻ. അദ്ദേഹത്തെ പറ്റി ആയിരിക്കും എല്ലാവരും സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഒരു സ്വാഗതം നേരേണ്ട കാര്യമില്ല. പക്ഷെ നമ്മോട് കൂടി ആയിരിക്കുന്ന ഇന്ന് ഈ ജൂബിലി ആഘോഷം കൊണ്ടാടുന്നതിന് വേണ്ടി അനുവാദം തന്ന വിൽസൺ സാമൽ പിതാവിന് നന്ദിയും അതുപോലെ തന്നെ ഈ യോഗത്തിലെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ കർത്തവ്യത്തിൽ ഞാൻ വിരമിക്കുന്നു. നമസ്കാരം. ഡി ബാബു മോഹൻ സാർ അവരെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ ശിവകുമാർ, നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന പ്രിയപ്പെട്ട അണ്ണൻ ശ്രീ സുന്ദരൻ നാടാർ, വേദിയിലും സദസ്സിലുമുള്ള ഗുരുസ്ഥാനികളെ, മനുഷ്യന്മാരെ, വൈദികരെ, സഹോദരന്മാരെ, വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ സായാഹ്നത്തിൽ ഞാൻ നിങ്ങളുടെ മുൻപാകെ നിൽക്കുന്നത്. കീഴിലായപ്പോഴും നിർത്തിയില്ല. ഇപ്പോൾ അതിനേക്കാൾ ഉയർന്ന ക്യാബിനറ്റ് പദവിയിലെത്തിയിട്ടും ഓംബുഡ്സ്മാനായിട്ടും നിർത്തിയിട്ടില്ല. ഇപ്പോഴും പള്ളിയിൽ കപ്പ്യാരുടെ ജോലിയെയും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പുരോഹിതൻ അതിൻ്റെ പ്രധാന ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കയ്യിൽ വെള്ളമൊഴിച്ചു കൊടുക്കണമെങ്കിൽ വെള്ളമൊഴിച്ചു കൊടുക്കുകയും ചെയ്യും. ആ അച്ഛൻ തലേ ദിവസം എൻ്റെ ഓഫീസിൽ എന്നെ കാണാൻ വന്ന് കാത്തിരുന്ന ആളാണ് എന്നുള്ളത് അത് ചെയ്യുമ്പോൾ എനിക്ക് ഓർക്കാറില്ല. ഞാൻ വെള്ളം ഒഴിക്കുന്നതിൽ തെറ്റ് പറ്റുന്നുണ്ടല്ലോ എന്നുള്ള വേവലാതി മാത്രമേ എനിക്കുള്ളൂ.
അപ്പൊ ഈ തിരുമേനിമാരും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ KSRTC 4 കൊല്ലം ഇരുന്നുകൊണ്ടാണ് ട്രാൻസ്പോർട്ടിലെ ഉദാഹരണം പറയുന്നത്. എൻ്റെ അണ്ണനും ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന ആളാണ്. ഞാൻ ഈ ട്രാൻസ്പോർട്ട് ഡിപ്പോയിൽ ഷണ്ടിങ് ഡ്യൂട്ടിയുള്ള ഡ്രൈവറെ പോലെയാണ്. ആ കയറിയെടുത്ത് തന്നെ നിൽക്കുകയാണ്. തിരുമേനിമാര് ഫാസ്റ്റ് പാസഞ്ചർ ഓടിച്ചിങ്ങനെ പോയി. അതുകൊണ്ട് അവർ തിരുമേനിമാരായി, ഞാൻ ഇപ്പോഴും കപ്പിയാരായിട്ട് നിൽക്കുന്നു എന്നതാണ്. എന്നാൽ ഇതൊക്കെ ഒരു ദൈവനിയോഗമാണ് എന്നുള്ളത് എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം എത്ര മോഹിച്ചാലും നമ്മുടെ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ കൈകാര്യം ചെയ്യുവാൻ പ്രത്യേകമായ വിളിയും നിയോഗവും ഉള്ളവർക്ക് മാത്രമേ അതിന് അനുവാദം കിട്ടുകയുള്ളൂ. ഏറ്റവും ചെറിയ സംഗതികൾ പോലും ഞാൻ അറിയുന്നു, ഈശ്വരൻ അറിയുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ വ്യക്തിപരമായി നമ്മുടെ പരിരക്ഷയ്ക്ക് വരുന്നവനായ ദൈവം, നമ്മെ സംരക്ഷിക്കുന്നവനായ ദൈവം, പൗരോഹിത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് വിളിച്ച ഈ തിരുമേനിയെ ഈ ഇടവകയുടെ അഭിമാനമായി കരുതിയാൽ മാത്രം പോരാ, ഈ തിരുമേനിക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവാൻ ഈ ഇടവകയിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും കടപ്പാടുണ്ട്. ഇവിടെ നടക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനയിലും സാമാന്യം യാന്ത്രികമായിട്ടെന്നതുകൊണ്ടും തിരുമേനിയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നറിയാം. പക്ഷെ അതുപോരാ, ഈ ഇടവകയ്ക്ക് വിൻസെന്റ് സാമുവൽ തിരുമേനിയെ കുറിച്ച് പ്രത്യേകമായ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾക്ക് അഭിമാനമുണ്ട് എന്നെനിക്കറിയാം. ആ അഭിമാനത്തിൽ അന്തർലീനമായിരിക്കുന്ന ഉത്തരവാദിത്വം കൂടെ നിങ്ങൾ അറിയണം. നിങ്ങളെയും എന്നെയും സർവോപരി ഇന്ന് ജൂബിലി ആഘോഷിക്കുന്ന അഭിമന്യ തിരുമേനിയെയും ഇനിയുള്ള നാളുകളിൽ വഴി നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ക്രൈസ്തവ സമൂഹത്തിന്റെ സമുന്നത നേതാവും മനുഷ്യ സമൂഹത്തോട് പ്രതിബദ്ധത കാത്തുസൂക്ഷിച്ചുകൊണ്ട് കേരള ജനതകളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയും നീതിയും സമാധാനവും ഈ സംസ്ഥാനത്തിൽ ഈ കാലഘട്ടത്തിൽ നിലനിർത്തുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആദരണീയനായ ശ്രീ ഡോക്ടർ ബാബു പോൾ IAS, ആദരണീയനുമായ ശ്രീമാൻ സുന്ദരൻ നാടാർ MLA, ഈ ഇടവകയുടെ 11 വർഷക്കാലത്തെ വികാരിയും ഇപ്പോൾ തിരുവനന്തപുരം രൂപതയുടെ വികാരി ജനറലുമായി സേവനമനുഷ്ഠിക്കുന്ന മോൺസിഞ്ഞോർ ജോസഫ് അച്ഛൻ, ഇവിടുത്തെ വൈദിക ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വിൻസെൻഷ്യൻ സമൂഹത്തിന്റെ പ്രൊവിൻഷ്യലായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു പനക്കലച്ചൻ, വളരെയേറെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒന്നാണ്. പുതുതായി രൂപം കൊണ്ട നെയ്യാറ്റിൻകര രൂപതയെ യശസ്സിൽ നിന്ന് യശസ്സിലേക്ക് ഉയർത്തുന്ന ഒരു ഉത്തരവാദിത്വം മാത്രമല്ല, ഈ ഭൂപ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് ദൈവ സാന്നിധ്യം സംലഭ്യമാക്കി കൊടുത്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാര സമയത്ത് സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷം മാലാഖമാർ തങ്ങളുടെ മോഹനമായ ഗാനങ്ങളിലൂടെ ലോകത്തെ അറിയിച്ചുവെന്ന് വരികിൽ 21-ാം നൂറ്റാണ്ടില് ഈ ഭൂപ്രദേശത്തെ സകല ജനങ്ങൾക്കും സന്തോഷം പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ടാണ് അഭിമന്യ വിൻസെന്റ് സാമുവൽ പിതാവ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കലവറയില്ലാത്ത പിന്തുണ നൽകുവാൻ രൂപതയിലെ അംഗങ്ങളോടൊപ്പം അതിലേറെ ഉപരിയായി അദ്ദേഹത്തിന്റെ ഈ മാതൃ ഇടവകയ്ക്ക് കടമയുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. സകല മനുഷ്യരുടെയും സമഗ്രമായ വികസനത്തിനും വിമോചനത്തിനും വേണ്ടി പ്രവർത്തിക്കുവാൻ പ്രതിജ്ഞാബദ്ധരായിട്ട് മുൻപോട്ട് പോകാം. അതിന് വേണ്ടതായ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നേതൃത്വം നൽകുന്ന അഭിനന്ദനായ വിൻസെന്റ് സാമുവൽ പിതാവിന്റെ പൗരോഹിത്യ രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഈ നാടിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗതമാകുന്ന ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും എല്ലാ മംഗളങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ഈ നാടിനും ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കും.
ആദരണീയനായ ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ ഡോക്ടർ ഡി ബാബുപോൾ അവരുടെ, അഭിനന്ദനായ തിരുവേണി, ഇന്നിവിടെ പൗരോഹിത്യ രജത ജൂബിലി ആഘോഷിക്കുന്ന വിൻസെന്റ് സാമുവൽ തിരുവേണി അവരുടെ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മറ്റൊരു വിശിഷ്ട വ്യക്തികൾ, ബഹുമാനായ ശ്രീ സുന്ദരനന്ദ MLA, റവറൻഡ് ഫാദർ മാത്യു കണിക്കൽ അവരുടെ, അഭിനന്ദനായ ഫാദർ എം ജോസഫ് അവരുടെ, അഭിനന്ദനായ ഫാദർ ശ്രീ തോമസ് അവരുടെ, മറ്റു വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സൗജന്യങ്ങൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ചടങ്ങാണ് ഇതിന് നിഷിദ്ധമായത്. ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നാണ് എല്ലാ മതവിശ്വാസങ്ങളും നമ്മെ പ്രചരിപ്പിക്കുന്നു. ഈശ്വരന് മാത്രം, ദൈവത്തെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് തന്റെ കാര്യങ്ങൾ മാത്രം നേടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും മാത്രം ചെയ്യുന്നത് ഒരു മതവിശ്വാസത്തിലും പറയുന്നില്ല. അതാണ് യഥാർത്ഥ ദൈവത്തോടുള്ള വിശ്വാസവും അത് പ്രകടിപ്പിക്കണമെന്ന് ഒരു മതത്തിലും പറയുന്നു. പക്ഷെ എല്ലാ മതത്തിലും പറയുന്നത് ദൈവവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യസ്നേഹമാണ്. മനുഷ്യസ്നേഹം, ഈശ്വര സേവ എന്ന് പറയുന്നത് മാധവ സേവ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പരസ്പരം മനസ്സിലാക്കുകയും മനുഷ്യനെ സഹോദരങ്ങളായി കാണുകയും സ്നേഹിക്കുകയും വിശ്വാസത്തിലെടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്കുണ്ടാകും. ആ ഒരു സ്ഥിതിവിശേഷമാണ് എല്ലാ മതത്തിലും ഉൾക്കൊള്ളുന്ന ദർശനങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർവവിധമായ മംഗളങ്ങളും ഒരിക്കൽ കൂടി ഈ അർപ്പിച്ചുകൊണ്ട് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വലിയ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടനം ചെയ്യുന്നതാണ് 1,00,000 രൂപയെങ്കിലും സമാഹരിച്ച് ആ ഫണ്ടിൽ നിന്ന് ഈ പ്രദേശത്തെ സാധു പെൺകുട്ടികളെ സഹായിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി 10,000 രൂപയുടെ വരെ ഡിപ്പോസിറ്റ് ഞങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ ഡിപ്പോസിറ്റ് ആദ്യ ഗഡുവായിട്ടാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇത് ബഹുമാന്യനായ MP നമ്മുടെ വികാരി അച്ഛനെ ഏൽപ്പിച്ചുകൊണ്ട് ഈ ഫണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. ഇന്ന് 25ാം വർഷം തികയുന്ന പൗരോഹിത്യ വൃത്തിയും 4 കൊല്ലത്തിനു മുമ്പ് നെയ്യാറ്റിൻകര രൂപതയുടെ അധ്യക്ഷനുമായി പറഞ്ഞു. ഇത് ഒരു ദൈവനിയോഗമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ജന്മം കൊടുത്ത മാതാപിതാക്കൾ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, ഈ പ്രദേശത്തെ നാട്ടുകാർ ഒന്നടങ്കം അതിന് കാരണക്കാർ. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം തുടങ്ങുന്നത് ബ്ലാത്താങ്കര പള്ളിവിളാക LPS. അവിടെ പഠിക്കുവാനുള്ള ഒരു പുണ്യ അവസരം എനിക്ക് ലഭിക്കും. ബഹുമാനപ്പെട്ട ഉദ്ഘാടകനൊക്കെ അറിയാം, അദ്ദേഹം ലെക്ചറായിരുന്നപ്പോൾ ഞാൻ വീട്ടിൽ പഠിക്കുകയാണ്. ഇന്നത്തെ ഉദ്ഘാടകൻ ഡോക്ടർ ഡി ബാബുപോൾ, ഈ നാട്ടിലെ നമ്മുടെ എല്ലാവരുടെയും MP ആയ മിസ്റ്റർ ശിവകുമാർ, പാറശാല നിയോജക മണ്ഡലത്തിലെ MLA മിസ്റ്റർ സുന്ദരനാട്, പലോട്ടിയൻ പ്രൊവിൻഷ്യൽ ഫാദർ മാത്യു പനിക്കൽ, റവറൻഡ് ശ്യാം പ്രകാശ്, പ്രിയപ്പെട്ട വൈദികരെ, കന്യാസിമാരെ, സഹോദരി സഹോദരന്മാരെ,
ജുബിലയിൽ നമ്മുടെ MLA അടുത്ത് പറഞ്ഞ് എനിക്ക് 2-3 മിനിറ്റിൽ നിർത്തണമെന്ന്. ആ കടമ നിർവഹിക്കുന്ന അവസരത്തിൽ ഇടവക്കാരെയും ആ ഇടവകയിലെ അംഗമായ വിൻസെന്റ് സാമുവൽ പിതാവിനെയും അദ്ദേഹത്തിൻ്റെ എല്ലാ ബന്ധുക്കളെല്ലാം ഓർത്തു പോവുകയാണ്. ഞാൻ ഈ ഇടവകയുടെ കാര്യം മറ്റു പല സ്ഥലങ്ങളിലും പറയാറുണ്ട്. ഞാനിവിടെ ഇടവക വികാരിയായിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 400 കത്തോലിക്ക കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. സമ്മാനമായിട്ടാണ് അദ്ദേഹത്തെ ഇന്ന് നെയ്യാറ്റിൻകര മെത്രാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും പിതാവായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ കാര്യം നമുക്ക് എപ്പോഴും ഓർമ്മ വേണം. ഇന്ന് 200 അതിൽ 300 കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് അഗ്രികൾച്ചറൽ ഓഫീസർമാരെ എടുക്കാനായിട്ട് പോകുന്നു. ഓഫീസർമാരായിട്ടില്ല, എനിക്കറിയില്ല എന്ത് പോസ്റ്റാണെന്ന്. KGT അഗ്രികൾച്ചർ ഉള്ളവർക്ക് എല്ലാവർക്കും ജോലി കൊടുക്കാനായിട്ട് പോകുന്ന അറിഞ്ഞപ്പോൾ ഇവിടുത്തെ ചെറുപ്പക്കാർ എന്നെ വന്ന് പറഞ്ഞു, ഞങ്ങൾ ഒരു KGTയുടെ അഗ്രികൾച്ചർ ക്ലാസ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. വൈകുന്നേരം ഞങ്ങളുടെ ജോലിയെല്ലാം കഴിഞ്ഞ ശേഷം ഇവിടെ വന്ന ഈ സ്കൂളിന്റെ ഒരു ഭാഗത്ത് വന്ന് ഞങ്ങൾ പഠിച്ചോട്ടെ എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ഞാൻ സന്തോഷം പൂർവ്വം അവരോട് പറഞ്ഞു, നിങ്ങൾ പഠിക്കൂ എന്ന് പറഞ്ഞ് വേണ്ട പ്രോത്സാഹനം എല്ലാം കൊടുക്കുകയും ചെയ്തു. ആ ഇടയ്ക്ക് ധാരാളം പേര് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലെ അഗ്രികൾച്ചർ മാനായിട്ടാണെന്ന് തോന്നുന്നു കയറി പോവുകയുണ്ടായി. അതുപോലെ തന്നെ ഏത് രംഗത്തായിരുന്നാലും ശരി, ഇതുപോലെ തന്നെ മലബാറിൽ ധാരാളം പേര്, ഈ നാട്ടിൽ നിന്ന് ധാരാളം പേര് ഇവിടെ ജോലി കിട്ടാൻ പ്രയാസമായതുകൊണ്ട് മലബാറിൽ പോയി മലബാറിലെ അഡ്രസ്സ് വെച്ച് അവിടെ മലബാറിൽ ജോലി വാങ്ങിച്ചിട്ടുണ്ട്. അധ്യാപകരാണെങ്കിൽ ഇവിടെ ഏകദേശം ഇവിടെ വരുത്തും. ഈ തരത്തിലുള്ള പ്രയത്നങ്ങൾ, യോജിച്ചുള്ള പ്രയത്നങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ പല ഇടങ്ങളിലും കാണുന്നത് ആരോ 1-2 പേരെങ്കിലും ഒരു ഉദ്യോഗത്തിൽ കയറിയാൽ മറ്റുള്ളവർ അത്രയൊന്നും വകവയ്ക്കത്തില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുണ്ടെന്നുള്ള കാര്യം അവർക്ക് ഓർമ്മയില്ല. നീയാണ് ഞാനാണ് നീ എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ നന്മയിലും അവരുടെ വളർച്ചയിലും നാം തീർച്ചയായിട്ടും സഹകരിക്കും. നമുക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുവാനായിട്ട് സാധിക്കും. നല്ല ഒരു സന്ദർഭമാണ് ഈ ജൂബിലി അവസരത്തിൽ കിട്ടിയത്. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ പിതാവിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ വളർച്ച ഈ ഇടവകയിൽ മാത്രമല്ല, ഈ നെയ്യാറ്റിൻകര രൂപതയിൽ മുഴുവനും ഈ സഹകരണവും ഈ കഠിനാധ്വാനവും ഈ സ്നേഹവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് പിതാവിന് ഒന്നുകൂടെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വളരെ വ്യക്തിപരമായ 2 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. 1989 പള്ളോട്ടൈൻ സഭയിൽപ്പെട്ട വൈദികര് ഈ ഇടവകയുടെ നേതൃത്വം ഏറ്റെടുത്തു. മരിയാപുരം, ആറയൂർ, വലിയവിള ഇടവകകളുടെ 89 മുതൽ 94 വരെ പ്രവർത്തിക്കുവാനുള്ള ഭാഗ്യം എന്ന് പറയാം എനിക്കുമുണ്ടായി. 89 മുതൽ എനിക്ക് വിൻസെന്റ് സാമുവൽ പിതാവുമായിട്ട് പരിചയമുണ്ട്, ബന്ധമുണ്ട്. അന്ന് ഒരു വൈദികൻ എന്ന നിലയിൽ ആലുവ സെമിനാരിയിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്ന കാലം അദ്ദേഹം പലപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രചോദനമായി തീർന്നിട്ടുണ്ട്. അതിലൊരു കാര്യം, ഇന്ന് അദ്ദേഹം പിതാവായിരിക്കുന്ന അവസരത്തിൽ എന്തുമാത്രം അദ്ദേഹം അതിൽ നിന്ന് പ്രയോജനം ചിന്തിക്കുന്നുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. സുവിശേഷത്തിൽ പറയുന്നത് പോലെ ഒരു ഇടയനൊത്ത ഗുണം എന്ന് പറയുന്നത് ഇടയൻ തന്റെ ആടുകളെ അറിയുന്നവനായിരിക്കണം എന്നുള്ളതാണ്. സ്നേഹം. ഇവിടത്തെ വികാരിയായിരുന്ന അവസരത്തിൽ ഞാൻ വളരെയധികം ദർശിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ്. ആ സമയങ്ങളിൽ ഈ ഇടവകയിലെ എന്ത് കാര്യങ്ങൾ ഉണ്ടായിരുന്നാലും അതിൽ പങ്കെടുക്കുവാൻ അദ്ദേഹം ഇവിടെ എത്തുമായിരുന്നു. ആ വന്നിരുന്ന അവസരങ്ങളിലെല്ലാം ഇടവകയെ കുറിച്ചുള്ള ധാരാളം കാര്യങ്ങൾ ഞാനുമായി സംസാരിക്കുമായിരുന്നു, പലപ്പോഴും ചർച്ച ചെയ്യുമായിരുന്നു, പലപ്പോഴും വേണ്ടുന്ന നിർദ്ദേശങ്ങൾ പോലും അദ്ദേഹം എനിക്ക് നൽകിയിട്ടുമുണ്ട്. ഭക്തി നിർവഹണത്തിലും ദൈവം സമൃദ്ധമായി നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.
എനിക്ക് പറയാനായിട്ട് വളരെ കുറച്ചേ ഉള്ളൂ. അന്ന് തിരുമേനിയെ ആശംസിക്കുക എന്ന് പറയുന്നത് വെറും ഒരു പുരോഹിതനായ ഞാൻ ഒരു സാഹസം കാണിക്കുന്ന ഒരു മൗഢ്യമാണ്. കാരണം ഡിനോമിനേഷൻ വേറെ ആണെങ്കിലും തിരുമേനിയാണ്, ഞാൻ വെറും ഒരു വൈദികനാണ്. എന്നാൽ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് പ്രായഭേദമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹപ്രദമാകുന്നതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എനിക്ക് മുമ്പേ പ്രസംഗിച്ചവർ വിട്ടുപോയതെന്ന് തോന്നുന്ന ഒരു കാര്യം, തിരുവചനത്തിലുള്ള ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് എന്തെങ്കിലും പറയണം എന്നുള്ളതാണ്. അത് ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യത്തെ പുരസ്കരിച്ചുകൊണ്ട് 2-3 കാര്യങ്ങൾ മാത്രം പറയട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് ദൈവമാണ് തിരഞ്ഞെടുത്തതെന്ന് വളരെ സത്യമായ ഒരാശയമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ തിരുമേനിയെ ഈ ശുശ്രൂഷയ്ക്കായി ദൈവമാണ് തിരഞ്ഞെടുത്തത്. മനുഷ്യൻ മനസ്സുകളെ കാണുകയും കളർ കോംപ്ലക്സ് മറ്റു കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ ദൈവം ഒരു ഗ്രാമ്യമായ അന്തരീക്ഷത്തിൽ ജനിച്ച പ്രിയ തിരുമേനിയെ ഈ വലിയ വേലയ്ക്കായി ഒരുക്കി തിരഞ്ഞെടുത്തു.